എനിക്ക് നല്ല ഉറപ്പുണ്ട്, മനുഷ്യൻ നമ്മളെ കളിയാക്കുന്നത് പോലും അത് നമ്മുടെ വളർച്ചയ്ക്കാണ്. മനുഷ്യൻ നമ്മളെ കുറ്റപ്പെടുന്ന നമ്മുടെ അനുഗ്രഹത്തിനാണ്. ചില സഹനങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്കാണ്. അപ്പൊ ചിലർ പറയും, ഇതെന്നെ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് മാത്രമാ പ്രസംഗിക്കുന്നത്. പിന്നെ എന്തുവാ പ്രസംഗിക്കേണ്ടത്? ഈ വചനം കേൾക്കുന്നവർ നശിച്ചു പോകുന്നതാണോ പ്രസംഗിക്കേണ്ടത്? ഈ വചനം കേൾക്കുന്നവർ തകർന്നു പോകും, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ പോകുമെന്നാണോ ഞാൻ പ്രസംഗിക്കേണ്ടത്? ഈ നല്ല ദിവസം നമുക്ക് ദൈവം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ 40-ാം വെള്ളിയാഴ്ച എല്ലാ ദേവാലയങ്ങളിലും പ്രാർത്ഥനയൊക്കെയുള്ള കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രത്യേക ദിവസമാണിന്ന്. എന്നിട്ട് പോലും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഞാൻ ഈ വാക്ക് ആദ്യം പറയുകയാണ്. ഈ വാക്ക് തന്നെ ആയിരിക്കും ഈ ശുശ്രൂഷയുടെ ഹെഡിങ് ആയിട്ടിടുന്നത്. യേശുവിൻ്റെ അടുത്ത് വന്നാൽ. യേശുവിൻ്റെ അടുത്ത് വരുന്നത് എത്ര വലിയ ദുരവസ്ഥയോടുകൂടെയാണേലും അത് നാളത്തെ സാക്ഷ്യമായിട്ട് മാറും. എൻ്റെ ഇന്നത്തെ ചില ദുരവസ്ഥകളും ചില സങ്കടങ്ങളും എൻ്റെ നാളുകളിൽ സാക്ഷ്യമായി ദൈവം അതിനെ മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. ഈ 40-ാം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഗാഗുൽത്താ മലയിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച ആ യേശുവിനെ ഓർക്കുമ്പോൾ നമുക്കൊത്തിരി സങ്കടങ്ങളെ ഈ ദിവസം ഇങ്ങനെ ഓർക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സഹനങ്ങളാണ്. ഓരോ തരത്തിലുള്ള സഹനങ്ങൾ. മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന സഹനങ്ങളുണ്ട് മാതാപിതാക്കൾ. അത് ഓരോ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഭർത്താവിനെ ഓർത്ത് വിഷമിക്കുന്ന ചില സങ്കടങ്ങൾ, ഭാര്യയെ ഓർത്ത് വിഷമിക്കുന്ന സങ്കടങ്ങൾ, ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതം ചിലർക്ക് ഭയങ്കര സഹനമാണ്. അവർക്ക് മനസ്സുകൊണ്ട് ആ വ്യക്തിയെ ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ എന്തോ പറ്റുന്നില്ല. ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതമാണ് ചില സഹനങ്ങൾ. ചില സഹനങ്ങൾ ചില ഗർഭിണികളായ സ്ത്രീകൾ അനുഭവിക്കുന്ന സഹനങ്ങളുണ്ട്. അവർക്ക് ഒരു അംഗീകാരമോ സ്നേഹമോ ഒന്നും കിട്ടുന്നില്ല. പകരം കുറ്റപ്പെടുത്തലുകളും വിഷമിപ്പിക്കലും ഒറ്റപ്പെടുത്തലുകളും മാത്രം. സ്നേഹിക്കേണ്ടവർ പോലും സ്നേഹിക്കാതെ മാറി നിൽക്കുന്നു. ചേർത്തു പിടിക്കേണ്ടവർ അകറ്റി നിർത്തുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് സഹനങ്ങളുണ്ട്. അങ്ങനെ ഏതൊക്കെയാണ് നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ദുരവസ്ഥകൾ? അത് നാളത്തെ സാക്ഷ്യമായി മാറുവാനിടവരണം. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഈ വചനം കേൾക്കുന്ന യുവതി യുവാക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടണം. ഈ വചനം കേൾക്കുന്നവരിൽ വലിയ ഒരു അത്ഭുതം നടക്കണം. ഈ വചനം അകത്തും പുറത്തുമായിരുന്ന് കേൾക്കുന്നവരിൽ വലിയൊരു അത്ഭുതം നടക്കാൻ ഇടയാകണം. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഈ വചനം കേൾക്കുന്നവരുടെ മക്കളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഈ വചനം കേൾക്കുന്നവരുടെ സാമ്പത്തികത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കണം. ഈ വചനം കേൾക്കുന്നവരുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ നടക്കണം. ഈ വചനം കേൾക്കുന്നവരുടെ വ്യക്തി
വ്യക്തിപരമായ ആവശ്യങ്ങളിൽ അടയാളങ്ങൾ സംഭവിക്കണം. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറിപ്പോകണം. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുമാറിപ്പോകണം. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകളും തെറ്റിദ്ധാരണകളും മാറി മാറി പോകണം. സമാധാനത്തിൽ നിറയണം. അങ്ങനെ എല്ലാ വിഷയങ്ങളും ചേർത്ത് വെച്ച് ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒന്നെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പാടുകയാണ്. യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന സമയമാണ്. ചേർന്ന് പാടാമോ? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾ മുന്തിരിച്ചാർ ഒരുക്കി വെച്ചു, മുന്തിരിച്ചാറൊരുക്കി വച്ചു, എങ്കിലും ഈ കൈപ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താ മലയിൽ നിന്നും ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെൻ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾ മുന്തിരി ചാറൊരുക്കി വച്ചു, എങ്കിലും ഈ കൈപ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. രണ്ട് കരങ്ങളെയും അല്പമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ വീടും വീട്ടിലുള്ളവരും ആ വീടും എല്ലാം അനുഗ്രഹിക്കപ്പെടണം. ആ വീടിൻ്റെ മേൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം പൂർണ്ണമായും മാറിപ്പോകണം. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ട ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടണം. നിങ്ങളുടെ വീട് രക്ഷപ്പെട്ട ദിവസമെന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഈ ദിവസം അറിയപ്പെടാൻ ഇടവരണം. രണ്ടു കരങ്ങളെയും ഉയർത്തി ഒന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേൾക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറാൻ ഇടവരട്ടെ. നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ തെറ്റാണ്, നമ്മുടെ ചില രീതികൾ കറക്റ്റല്ല. വചനം കേൾക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഒരിക്കൽ കൂടി ആ കരങ്ങളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ഇന്നുവരെ കിട്ടാത്ത ദൈവീകമായൊരു സന്തോഷവും ഒരു സമാധാനവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകണമേ. എൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഇന്നുവരെ കിട്ടാത്ത ഒരു ദൈവീക സമാധാനം എന്നു മുതലാണോ, ഏത് സമയം മുതലാണോ ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അന്ന് മുതൽ ഞാനും നിങ്ങളും
ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്താണ്. വിശ്വസിക്കുന്നു. എല്ലാവരും അത് പറഞ്ഞ് വിശ്വസിച്ച്, എന്ന് മുതലാണോ, ഏതു നിമിഷം മുതലാണോ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അന്നു മുതൽ, ആ ദിവസം മുതൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. വിശ്വസിക്കുന്നു. ഇവിടെ അകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭാവ്യത്യാസമില്ലാതെ നിങ്ങൾ ഏതു സഭയിൽപ്പെട്ട ഒരാളായാലും ഏത് പള്ളിയിൽ പോകുന്ന ഒരാളായാലും നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭാവ്യത്യാസമില്ലാതെ സ്നേഹത്തിൽ ഒരുമിച്ച് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കാൻ ഇടവരട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ ദൈവം ചെയ്യാൻ ഇടവരട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. ഇത്രയും ആളുകൾ വളരെ സ്നേഹത്തോടെ ഈ ആലയത്തിലേക്ക് വന്നു. നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇങ്ങനെയൊരു നല്ല സ്ഥലം ഒരുങ്ങിക്കിട്ടിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇതൊരു അനുഗ്രഹമാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ കിട്ടിയൊരു പ്രാർത്ഥനയാണിത്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് എല്ലാ വഴക്കുകളും മാറി മാറി പോകണം. നിങ്ങളും ആ പ്രാർത്ഥന മനസ്സുകൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ചിട്ട് വേണം വചനങ്ങളൊക്കെ കേൾക്കാൻ. കർത്താവെ, വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം വിട്ടുമാറിപ്പോണം. വചനം കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങളോ അപകടങ്ങളോ ഉണ്ടാകരുത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ദൈവത്താൽ അധികമായി അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിലൊക്കെ ഒത്തിരി നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നൊരു സ്ഥലമാണല്ലോ ഇത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്ഥലമാണല്ലോ ഇത്. വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് വിവാഹം കഴിഞ്ഞെങ്കിലും അവർ രണ്ടായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള ഈഗോ സമ്മതിക്കുന്നില്ല. ഞാനാണോ നീയാണോ വലുത്? ആരാ ഇപ്പോൾ വലുത്? നീയാണോ ഞാനാ വലുത്? നീയാ വലുത്? ഈ മത്സരത്തിൻ്റെ ഇടയിൽ ജീവിതം പരാജയപ്പെട്ടു പോകുന്നു. പല സങ്കടങ്ങൾ ചുമന്നവരും വേദനിച്ച് വരുന്നവരുമാണ് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. കുറ്റപ്പെടുത്തി പറഞ്ഞതൊന്നുമല്ല. സാഹചര്യങ്ങളായിരിക്കാം, അവസ്ഥകളായിരിക്കാം. പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിനകത്ത് ദൈവീകമായ ഒരു സ്വസ്ഥതയും ദൈവീകമായ സമാധാനവും നിറയാനിടവരണമേ. തമ്മിലുള്ള അകലങ്ങളെ കുറച്ച് സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ സ്നേഹം വർദ്ധിച്ചു വരട്ടെ. ഈ വചനം കേൾക്കുന്ന വ്യക്തികളിൽ ദൈവാനുഗ്രഹം കൂടിക്കൂടി വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഈ വചനം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കാനഡയ്ക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട് എന്നിരിക്കട്ടെ. എനിക്ക് അടുത്ത വർഷം ഏകദേശം അടുത്ത വർഷം എനിക്ക് കാനഡയിൽ പോകണം. എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനാണ് പോകുന്നതെങ്കിൽ, എൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, പിന്നെ ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ആ രാജ്യത്ത് താമസിക്കാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യണം, ഫുഡ്, എല്ലാ ചിലവ്, പേപ്പർ വർക്കുകൾ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എനിക്ക് കാനഡയിൽ പോകണമെങ്കിൽ. പക്ഷേ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം കാനഡയ്ക്ക് വരണം, ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഒരാൾ ക്ഷണിക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതി ടെൻഷനില്ല. ഇതെല്ലാം ആര് ചെയ്തോളും? ഇതെല്ലാം എന്നെ വിളിച്ച ആ വ്യക്തി, നമ്മൾ പാസ്പോർട്ടൊക്കെ സമർപ്പിച്ചാൽ മതി.
എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പുള്ളി നോക്കിക്കോളും, യാത്രാ ചെലവ്, ഫുഡ്, താമസം, മെഡിസിൻ, എല്ലാ കാര്യവും ആ രാജ്യത്ത് നിന്ന് വിളിച്ച് എന്നെ വിളിച്ച ആ വ്യക്തി ഇതെല്ലാം ശ്രദ്ധിച്ചോളൂ. ഇതൊന്നും എനിക്കറിയണ്ട. ഇതുപോലെ തന്നെയാണ് ഏകദേശം ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കുന്നതും. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ നമ്മുടെ കാര്യം കുറേയൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ ദൈവത്തിൻ്റെ വിളി അനുസരിച്ചാണ് നമ്മളൊരു സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ കാര്യമെല്ലാം ദൈവം, എൻ്റെ കാര്യവും എൻ്റെ വീടിൻ്റെ കാര്യവും ദൈവം ഭംഗിയാക്കി മാറ്റും. എപ്പോഴും പറയുന്ന, ആരെയും നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി ഇവിടെ കൊണ്ടോ ഇരുത്തല് കഥയില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് തോന്നുവാണ്, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും വേണ്ടില്ല, എത്ര ദൂരമായാലും വേണ്ടില്ല, എനിക്ക് ആ സ്ഥലത്ത് പോകണം, ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വിളി മനസ്സിൽ കെട്ടിയിട്ടാണോ ഇവിടെ വരുന്നത്? എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളും. ആ നിയന്ത്രണം മുഴുവൻ ദൈവത്തിൻ്റെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മളൊരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇഷ്ടമില്ലാതെ ഇരുന്ന് ബഹളം വെച്ച്, ഇതാണോ പാട്ട്, ഇതാണോ പ്രസംഗം, ഇയാളാണോ പ്രസംഗിക്കുന്നത്, അത് അയാൾക്ക്, ആ വ്യക്തിക്ക് ഒരു ഗുണവുമില്ല. ഈ സ്ഥലത്ത് 50 പേരെ വന്നുള്ളൂ. ആ ദൈവത്തിൻ്റെ വിളി അനുസരിച്ചിട്ടുള്ളവർ വരണം. ആ ദൈവം തിരഞ്ഞെടുത്തവരിവിടെ വരണം. ദൈവം തിരഞ്ഞെടുത്തവരാണ് ആ അനുഗ്രഹം അനുഭവിക്കുന്നത്. നിങ്ങൾക്കിത് പിടികിട്ടിയോ? നിങ്ങൾ വചനം കേൾക്കുന്നവരാരെയും നിർബന്ധിച്ച് കേൾക്കരുത്. നമ്മുടെ ഈ അൽത്താരയുടെ സൈഡിലിരിക്കുന്ന യാക്കോബായ സഭയിലെ പ്രിയപ്പെട്ട അച്ഛൻ മംഗലാപുരത്ത് നിന്ന് വരുന്ന അച്ഛനാണ്. അച്ഛനെ ആരും നിർബന്ധിച്ച് വന്ന അച്ഛനൊന്നുമല്ല. മംഗലാപുരത്ത് ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനാണ്. പക്ഷെ അച്ഛൻ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊരു ദൈവീക വിളിയാണ്. എനിക്കത് ജീവിതത്തിൽ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് പോകാൻ പറ്റും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നമുക്ക് ചെല്ലാനും പറ്റും. രണ്ടും രണ്ടാണ്. നമ്മുടെ ഇഷ്ടം കൊണ്ട് പോകുമ്പോൾ അത്ര മനസ്സിലാകില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നമ്മൾ നിന്ന് നോക്കിക്കേ, എൻ്റെ എല്ലാ കാര്യവും ദൈവം ഏറ്റെടുത്ത് അത് വണ്ടിയുടെ കാര്യമായാലും യാത്രയായാലും ഭക്ഷണമായാലും താമസമായാലും എല്ലാ കാര്യവും ദൈവം ഭംഗിയാക്കും. നിങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ജോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം അങ്ങ് പേരാവൂരിൽ നിന്ന് വരുന്നയാളാണ്, ഇരിട്ടിയിൽ നിന്ന് വരുന്നയാളാണ്. ഇവിടെ ഇരിപ്പുണ്ട്. 4 വർഷം മുമ്പ് ഇവിടെ വരുമ്പം കടബാധ്യത കൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് വന്നത്. മക്കളൊന്നും എവിടെ ആയിട്ടില്ല. അങ്ങനെ ആ വ്യക്തി കണ്ണൂർ ഇരിട്ടിക്കടുത്തുള്ള പേരാവൂരിൽ നിന്ന് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ബൈക്കിന് വരും, ചിലപ്പോൾ ബസ്സിന് വരും. പക്ഷേ ഈ ആലയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേർക്കൊക്കെ പേന കൊടുക്കേണ്ട സമയമായപ്പം അദ്ദേഹം ആ നാട്ടിൽ നിന്ന് 1000 പേന മേടിച്ച് അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തേരെ. ഇന്ന് അദ്ദേഹം ഈ നേർച്ച ഭക്ഷണം കൊടുക്കുമ്പോൾ ചോദിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ തരാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തകർന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുവാണ്. ഒരു വാടക വീട്. പക്ഷേ ഇന്ന് 2 മക്കളും ജർമ്മനിയിലാണ്. 2 പേരും ആ രാജ്യത്താണ്. ആ സന്തോഷമാണ് അദ്ദേഹം ഇന്ന് നേർച്ച ഭക്ഷണം, അല്ലെ ഒട്ടുനേർച്ചയ്ക്ക് ഭക്ഷണം ഇന്ന് കൊണ്ടേക്ക് തന്നത്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ നിയോഗത്തിൽ വരുമ്പോൾ ഒരപ്പനാകും ഒരമ്മയാവും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കും, അങ്ങ് വരെ പോകണ്ടേ, ഇത്രയും ദൂരമല്ലേ, ചുരം ഉണ്ടല്ലോ, പൈസ പോകുമല്ലോ. നമ്മൾ ദൈവീകമായ കാര്യത്തിനാണോ പൈസ മുടക്കുന്നത്? അതൊരനുഗ്രഹമായിട്ടേ മാറത്തുള്ളൂ. ദൈവീക കാര്യത്തിന് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പം ഒരപ്പനാവും അമ്മയാവും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നേ, നിങ്ങളിലൂടെ നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുത്ത് അത് ഭംഗിയാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങളും വചനം കേൾക്കുമ്പോഴേ ചുമ്മാ അങ്ങ് കേൾക്കരുത്. കർത്താവേ, ഇന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം മാറണം. മനസ്സിലത് പ്രാർത്ഥിക്കണം. മനസ്സിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേണം വചനങ്ങളെ കേൾക്കാൻ. ഞങ്ങൾ ഒരു സ്ഥലത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ധ്യാനത്തിനൊക്കെ പോയപ്പം ഒരപ്പനും അമ്മ, ഞാൻ ഇന്നലെയും പറഞ്ഞു എന്നാലും പറയുക,
അടിക്കനയിൽ അത് പുതിയതായി കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊരു അനുഗ്രഹമാകട്ടെ എന്നോർത്ത് പറയുക. അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ ധ്യാന സ്ഥലത്തേക്ക് വരുന്നില്ല. എന്തു പറ്റി? ഞങ്ങൾ 2 വർഷമായി ഒരു കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയും ഒന്ന് പ്രാർത്ഥിച്ചു, 2 വർഷമായിട്ട് നടന്നിട്ടില്ല. ഞങ്ങൾ വരത്തില്ല, ഇനി വരുന്നില്ല. അവർക്ക് പിണക്കാണ്, അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ ഞാനും ചിന്തിച്ചു, പാവം, അവർക്ക് അവരുടെ വീട് സ്ഥലമൊന്ന് വിറ്റേച്ച് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് മാറിപ്പോണമെന്ന് ആഗ്രഹം. അപ്പം ഇത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നും. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു വിഷമമാണ്. 2 വർഷമായിട്ട്, 1 മാസമല്ലല്ലോ, 2 വർഷം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു സമയത്ത് നടക്കും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നുകൊണ്ട്, ആ അപ്പനും അമ്മയും ഞാനും ആ മുറിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൻ്റെയും അമ്മയുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരാളുടെ മുഖം എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ 2 പേരും 100% ആഗ്രഹിക്കുന്നു ഈ സ്ഥലം വിറ്റു പോകാൻ, പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഈ സ്ഥലം വിൽക്കുന്നതിനോടോ ആ വീട് വിൽക്കുന്നതിനോ ഒട്ടും താല്പര്യമില്ലല്ലോ, ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഒന്നും മിണ്ടാതിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, അതെ, ഞങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമല്ല ഇത് വിൽക്കാൻ. ഞങ്ങളോട് എപ്പോഴും വഴക്കുണ്ടാക്കും, എന്തിനാ ഈ സ്ഥലം വിൽക്കുന്നത്, എന്തിനാ ഈ വീട് വിൽക്കുന്നത്, ഇത്രയും നല്ല സ്ഥലം വേറെ എവിടെ കിട്ടുന്നത്, എന്തിനാ ഇത് വിൽക്കുന്നത്, നിങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ ഇത് വിൽക്കണമെന്ന് എന്താ ഇവിടെ ഉണ്ടായത്, എന്തിനാ ഇത് വിൽക്കുന്നത്? കണ്ടോ, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് 2 മനസ്സോടെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ടാകത്തില്ല. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു മനസ്സ്, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും, ഹല്ലേലൂയ, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച്. അപ്പോൾ ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, വിലയുണ്ട്. നിങ്ങളും ഒരു നിമിഷം ആ കരങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. നിങ്ങളും ഇവിടെ വന്നത് സ്നേഹത്തോടെയാ, കൊതിയോടെയാ, ആഗ്രഹത്തോടെയാ. മടുപ്പും ക്ഷീണവും ഉണ്ട് ശരീരത്തിന്. യാത്ര ചെയ്യാനുള്ള വണ്ടിക്കാശ് നല്ലൊരു ചിലവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ദൈവീക കാര്യങ്ങൾക്കല്ലേ മാറ്റിവെച്ചത്. അതൊരനുഗ്രഹമായിട്ടങ്ങ് മാറും, അതൊരടയാളമായി മാറും, അതൊരത്ഭുതമായി മാറും. അത് ദൈവപ്രവൃത്തി നടക്കാൻ അത് കാരണമായിട്ട് മാറും. വിശ്വസിച്ച് നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനകളെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അതിന്ന് മുതൽ ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കട്ടെ. എന്ന് മുതലാണോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, എന്ന് മുതലാണോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നത്, അന്ന് മുതൽ ദൈവപ്രവൃത്തി അതിനകത്ത് ആരംഭിച്ചു തുടങ്ങും. ദൈവപ്രവൃത്തി അന്ന് മുതൽ അവിടെ സംഭവിച്ചു തുടങ്ങും. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒരാളും മടുപ്പോ ക്ഷീണമോ കൂടാതെ അധരങ്ങളെ തുറന്ന് ഈ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത്, ഇവിടെ ഇരിക്കുന്ന ആരും സങ്കടപ്പെട്ടു പോകല്ലോ കേട്ടോ. അയ്യോ, ഇനി അതെന്തു ചെയ്യും, എങ്ങനെ നടക്കും? ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന പ്രാർത്ഥനയായിരിക്കും നിന്റെ വിടുതലിന് കാരണമാകുന്നത്. ഈ പാട്ടുകളും ഈ ആരാധനയും വചനവുമായിരിക്കും നിന്റെ ജീവിതത്തിന് ഒരു വഴി തുറക്കാൻ കാരണമാകുന്നത്. ഒന്ന് ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവീകമായ ഒരു ഇടപെടൽ തന്നെ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയത്തോട് ചേർന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം ഒന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 സാമുവേലിൻ്റെ പുസ്തകം 24 അധ്യായം 18 മുതലുള്ള വാക്യമാണ്. 2 സാമുവേൽ 24 അധ്യായം 18 മുതലുള്ള വാക്യം. ഇത് ശ്രദ്ധിക്കണം. ഈ വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമുള്ള ചില കാര്യങ്ങൾ കയറി വരും. ഇത് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ദൈവപ്രവർത്തികൾ കാണാൻ പറ്റുന്നുണ്ട്.
ചില കുടുംബത്തിലും ചില കാര്യങ്ങൾ മാറി മാറി പോകണം, ചിലത് അടുത്തടുത്ത് വരണം, ചില കാര്യങ്ങൾ മാറിപ്പോകും. ഞാൻ വായിക്കുകയാണ് 2 സാമുവേലിൻ്റെ പുസ്തകം 24 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അന്നു തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ഇത് ഗാദ് എന്ന് പേരുള്ള ഒരാൾ, ഗാദ് പേരുള്ള ഒരാൾ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ദാവീദ് രാജാവാണ്, ഒരു വലിയ പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുവാണ്, ജബൂസ്യനായ അരവയുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചത്, ദാവീദ് രാജാവിനോട് പറഞ്ഞു, ജബൂസ്യനായ അരുവനായുടെ മെതിക്കളത്തിൽ നീ ചെല്ലണം, അവിടെ ചെന്ന് ദൈവത്തിനൊരു ബലിപീഠം പണിത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അല്ല, എൻ്റെ ഒരു ചോദ്യം, ദാവീദ് രാജാവിനോട് പറഞ്ഞാൽ പോരെ, നിങ്ങളുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ബലിപീഠം പണിത് പ്രാർത്ഥിച്ചു, ദൂരോട്ടൊന്നും പോകണ്ട? അല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുവാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ചില സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരിക്കും. എല്ലാവരും പെറുക്കിക്കെട്ടി ഇവിടെ വരണമെന്നല്ല പ്രസംഗിക്കുന്നതിൻ്റെ അർത്ഥം. ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം കണ്ട ചില സ്ഥലങ്ങളും ദൈവം നിയോഗിച്ച ചില വ്യക്തികളുമുണ്ട്, ചില മനുഷ്യന്മാരുണ്ട്. അവരിലൂടെയാ, ആ സ്ഥലത്ത് ചെല്ലുന്നതിലൂടെയാ നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. വിശ്വസിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടില്ലായിരിക്കാം. ദൈവ നിയോഗമുള്ളവർ എന്ത് റിസ്ക് എടുത്തും ആ സ്ഥലത്ത് പോകും. എത്ര കയറ്റപ്പുറമാണേലും അവിടെ ചെല്ലും. എത്ര വണ്ടിയില്ലാത്ത സ്ഥലമായാലും ഇനി എത്ര ദിവസം നിൽക്കണേലും അവിടെ നിൽക്കും. അത് അവരെ സംബന്ധിച്ചുള്ള നിയോഗമാണ്. ദാവീദിനോട് പറയുവാണ്, രാജാവിനോട് പറയുവാണ്, ജബൂസ്യനായ അരുവനായുടെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ഒരു ബലിപീഠം പണിത്, ചെന്ന് എന്നൊരു വാക്കുണ്ട്, ഉണ്ടോ? അപ്പം ചെല്ലണം. നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോകുക. അവിടെ പിശുക്ക് നോക്കല്ല്, അയ്യോ വണ്ടിക്കാശ് അത്രയാവുമല്ലോ, അവിടെ പോയാൽ എങ്ങനെയാകും? അല്ല, നമ്മളൊരു അനുഗ്രഹത്തെ പ്രതീക്ഷിച്ച് നമ്മൾ ചെല്ലണം. ചില മനുഷ്യരിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് വിശ്വസിക്കുന്നുണ്ടോ? ചില മനുഷ്യർ നമുക്കൊരനുഗ്രഹമാണ്, ചില ആളുകൾ നമുക്കൊരനുഗ്രഹമാണ്, ചില സ്ഥലങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. ഈ സ്ഥലം നിനക്കൊരനുഗ്രഹമാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥന കിട്ടിയില്ലല്ലോ, കൗൺസിലിംഗ് കിട്ടിയില്ലല്ലോ, അയ്യോ കാണാൻ പറ്റിയില്ലല്ലോ, ആ ചിന്ത വിട്. ഇവിടെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ആ അനുഗ്രഹം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. ചെല്ലാൻ പറഞ്ഞു. ഇനി ദാവീദ് പറഞ്ഞോ, എനിക്ക് അവിടം വരെ ഒന്നും പോകാനൊക്കത്തില്ല, ഞാൻ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവ്, 100 കൂട്ടം തിരക്കുണ്ട്, പിള്ളേരുടെ കാര്യമുണ്ട്, രാജ്യത്തിൻ്റെ കാര്യമുണ്ട്, അതിനിടയിൽ ഇനി അങ്ങോട്ട് ബലിപീഠം പണിയാൻ വേണ്ടി അങ്ങോട്ടൊന്നും പോകാനൊക്കത്തില്ല. ദാവീദ് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഉടനെ പോവാണ്. ദാവീദ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അപ്പോൾ ഈ ദാവീദിന് വേണേൽ പറഞ്ഞില്ലേ, ഗാദ് പുള്ളി പറയുന്നതനുസരിച്ച് കേൾക്കേണ്ട ആവശ്യം എനിക്കെന്താണ്? പുള്ളിയാണോ കാര്യം തീരുമാനിക്കുന്നത്? നിങ്ങളോടും ഈ ഗാദിൻ്റെ സ്ഥാനത്ത് ചിലർ നമ്മളോട് പറയും, സുഹൃത്തെ ഇന്ന സ്ഥലത്ത് പോയി ഒരു ദിവസം പ്രാർത്ഥിക്കുക, സുഹൃത്തെ ആ പുള്ളിനെ പോയി ഒന്ന് കാണുക, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുക, എന്നെ ആരും പഠിപ്പിക്കണ്ട, പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുള്ളൂ, ഇവിടെയില്ലേ പള്ളി, ഇവിടെയില്ലേ ധ്യാന കേന്ദ്രം, അതിനേക്കാൾ വലിയ ധ്യാന കേന്ദ്രം ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ. അല്ല, നിനക്ക് ചില അനുഗ്രഹം വരുന്നത് ചിലപ്പോൾ ഇച്ചിരി ദൂരെ പോയി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും. ചിലപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് ആ വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകുന്നത്. ദാവീദ് ചോദിച്ചില്ല, ഗാദ് ഇപ്പോൾ ആരാണ്? ഗാദ് എന്നെ പഠിപ്പിക്കാൻ ഗാദ് ആരാണ്? ഞാൻ രാജാവാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാം, എവിടെ പോകണം, എവിടെ പോയി പ്രാർത്ഥിക്കണം, ആരെക്കൊണ്ട് ഞാൻ തീരുമാനിച്ചോളും, നീ നിൻ്റെ കാര്യം നോക്കിക്കോളാൻ ദാവീദ് പറഞ്ഞില്ല. എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. എങ്ങോട്ട് പോവാണെന്നറിയാവോ? അരുവന എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോവാണ്. അദ്ദേഹം വീടിൻ്റെ തിണ്ണയിലിരിക്കുമ്പം രാജാവൊക്കെ വരികയാണ്, പരിവാരങ്ങളും രാജാവും രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരികയാണ്. പുള്ളി എഴുന്നേറ്റ്, എന്താ കാര്യം,
എന്താ വിഷയം? അദ്ദേഹത്തിന് അത്ഭുതമായി, ഇത്രയും വലിയ ഉയർന്ന ആളുകൾ എൻ്റെ വീട്ടിലേക്ക് എന്താണ് വരുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. 20-ാമത്തെ വാക്യം. അരവന തല ഉയർത്തി നോക്കിയപ്പോൾ ഈ വീട്ടുടമസ്ഥൻ തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും പരിവാരങ്ങളും പട്ടാളക്കാരൊക്കെ വീട്ടിലോട്ടുള്ള വഴി കൂടെ ഇങ്ങോട്ട് കയറി വരുന്നു. രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. അദ്ദേഹം ഇച്ചിരി കാശുള്ള ആളാണ്. നമ്മുടെ കാപ്പിയും ഒക്കെ ഉണങ്ങുന്ന കളം പോലെ വീട്ടുമുറ്റത്ത് വലിയ മെതിക്കളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇച്ചിരി വലിയ കാശുള്ള പാർട്ടിയാണ് ഗാദ് അല്ലേ, ഈ അരവന. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പം രാജാവടക്കം പരിവാരങ്ങൾ, പട്ടാളക്കാർ വലിയ സെക്യൂരിറ്റിയോടുകൂടി വീട്ടിലോട്ട് കയറി വരുന്നു. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഉടനെ ഈ വ്യക്തി ചെന്ന് രാജാവിൻ്റെ കാലെ വീണു. എന്താ സാറേ, എന്താ വിഷയം, എന്താ എൻ്റെ വീട്ടിലേക്ക് വരാൻ കാരണമെന്ന് ചോദിച്ചു. 21-ാമത്തെ വാക്യം. അവൻ ചോദിച്ചു, പ്രഭു, ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഈ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരാൻ എന്തുവാ കാരണം? എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞ കാര്യം, ദാവീദ് കൂലിവേലക്കാരനായ ഒരാൾ പറഞ്ഞു എന്നല്ല, രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ പദവിയിൽ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിനൊരു ബലിപീഠം പണിയാൻ, നിന്റെ മെതിക്കളം വാങ്ങാൻ, നിന്റെ ഈ വീടിൻ്റെ മുറ്റത്തുള്ള മെതിക്കളത്തിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. ഇവിടെയോ ഈ മെതിക്കളത്തിൽ, ഈ ഉണങ്ങുന്ന കളത്തിൽ എനിക്ക് ദൈവത്തിനൊരു ബലിപീഠം പണിത് പ്രാർത്ഥിക്കണം. എന്തിന്? ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മഹാമാരി വിട്ടുമാറിപ്പോകാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ മാറാൻ ദൈവനിയോഗമുള്ള സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രയാസങ്ങളും വഴക്ക്, ചിലർ പറയും എന്നും വഴക്കാ, എന്നും പ്രശ്നമാ. നിങ്ങളുടെ പേര് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേ ആ വീടിൻ്റെ താക്കോലോ ഒരെണ്ണം എടുത്തുകൊണ്ടിങ്ങ് വരണം. ആ താക്കോലും കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ വീടിനെ അനുഗ്രഹിക്കണേ, എൻ്റെ വീട്ടിൽ നിന്ന് ആ പ്രതിസന്ധികൾ മാറിപ്പോകണം, പ്രാർത്ഥിക്കണം. എൻ്റെ വാഹനത്തിൽ എന്നും എപ്പോൾ പോയാലും ഇടിമുട്ടും പരിക്കുക, ആ വാഹനത്തിൻ്റെ താക്കോൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം. ചില പ്രാർത്ഥനകൾ വരുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മാറി മാറി പോകുന്നത്. ഇല്ലെങ്കിൽ അത് കട്ടിപിടിച്ച ഇരുട്ടുപോലെ കൂടിക്കൂടി വരും, പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. എന്തു ചെയ്തിട്ടും പ്രശ്നങ്ങൾ പോകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. ഒരു കരം ഉയർത്തി, ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ, എൻ്റെ വീടിനകത്ത് തകർച്ചയാണ്, എൻ്റെ വീടിനകത്ത് സമാധാനമില്ല, അത് മാറണം, സമാധാനം, വഴക്കുകൾ മാറണം, ദുരിതങ്ങൾ മാറണം. എന്തിനിറങ്ങിയാലും പരാജയമാണ്, എവിടെ ചെന്നാലും തടസ്സമാണ്. അത് മാറാൻ പിറുപിറുത്തിട്ട് കാര്യമില്ല, അത് മാറാൻ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാറാൻ വേണ്ടി ഒച്ച വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമില്ല. അത് മാറാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ചിലർ പറയും എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കുന്നില്ല, വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം ഭംഗിയായിട്ടില്ല. ചില കാര്യങ്ങൾ ദൈവാനുഗ്രഹമായി നടക്കാൻ നമ്മൾ ചിലർ പ്രാർത്ഥിക്കണം. ഇത് രാജാവിൻ്റെ വിഷയമല്ല, ജനത്തിൻ്റെ വിഷയമാണ്. പ്രാർത്ഥിക്കാൻ പോയതാരാ? രാജാവാണ്. കുടുംബനാഥൻ, അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ വീടിന് ചില അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പുറകിലായാൽ എല്ലാ കാര്യത്തിലും നമ്മുടെ വീടും സാമ്പത്തികവും എല്ലാം പുറകിലായി പോകും. നമ്മൾ പല കാര്യങ്ങളിലും പിറകിലായതുകൊണ്ടാണ് ഇന്ന് പലതിലും പിറകിലായ. അനുഗ്രഹത്തിൽ മേടിച്ചെടുക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവൻ ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിലും പിറകിലായി പോകത്തില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരാ ശബ്ദം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം വായിക്കുകയാണ്. അരവന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലിയർപ്പിച്ചാലും. അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് അരവന എന്നാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, എന്തു വേണേലും ബലിപീഠമോ സ്ഥലമോ മെതിക്കളമോ വിറകോ എന്നാ വേണേലും എടുത്തോ, ഫ്രീ ആയിട്ട് എടുത്തോ, ഒന്നിനും പൈസ തരണ്ട, അങ്ങ് ബലിയർപ്പിച്ചാലും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, ഇതാ ഒരു പൈസ തരണ്ട രാജാവേ, കാളകളെ എടുത്തോ.
വിറകിന് ഇതാ വിറക്, മെതിവണ്ടി, നുകങ്ങൾ എല്ലാം എടുത്തു. അപ്പൊ ദാവീദ് പറഞ്ഞു, സുഹൃത്തെ, എനിക്ക് ഒന്നും ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ അതിനുള്ള വില തരും. കണ്ടോ, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആമേൻ, വില കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്ന ദൈവീക കാര്യങ്ങൾക്കായി മാറ്റിവെച്ച പണവും സമയവും ആരോഗ്യവും വെറുതെ ആകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുമ്മാ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുമല്ലോ, ഒരു സിനിമാ തിയേറ്ററിൽ വന്നിരിക്കുമല്ലോ. നമ്മൾ റിസ്ക് എടുത്തും ത്യാഗമെടുത്തും ഉറക്കളച്ചും നിലത്തിരുന്നും നമ്മുടെ വീട്ടിലുള്ളവർ പലരും പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ എന്തിനു പോകണം. നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മളെ പല വിധത്തിൽ വേണ്ട, പോകണ്ട, പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് പോലും ഇവിടെ വരണമെങ്കിൽ അത് നമ്മൾ കൊടുത്ത വിലയാണ്. ആമേൻ, നമ്മളെ പലരും കളിയാക്കുന്നത് നമ്മൾ കൊടുത്ത വിലയാണ്. ഹല്ലേലൂയ. നമ്മളെ പലരും വിമർശിക്കുന്നത് നമ്മൾ കൊടുത്ത വിലയാണ്. എല്ലാവരും എഴുതി വെച്ചാണ് മനസ്സിൽ, ഈ മനസ്സിൻ്റെ ബുക്കിൽ എഴുതി വെച്ചോ, ദൈവസന്നിധിയിൽ കൊടുത്ത വിലകളൊന്നും നഷ്ടമാകത്തില്ല. അത് 1 രൂപയാണേ പോലും, ഒരു ദൈവിക കാര്യത്തിനാണോ മാറ്റിവെച്ചത്, അത് അനുഗ്രഹമാവും, അത് നന്മ വരാൻ കാരണമാവും. ദാവീദ് പറഞ്ഞു, ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങ് പോരട്ടെ എന്നല്ല പറഞ്ഞത്. ഫ്രീ ആയിട്ടാണോ, എന്നാൽ ഒരു കുഴപ്പമില്ല, കാളകൾ, വിറക് എല്ലാം ഇങ്ങ് പോരട്ടെ എന്നല്ല. ദാവീദ് ഫ്രീ ആയിട്ട് എനിക്കൊന്നും വേണ്ട, ഫ്രീ ആയിട്ടുള്ള ഒന്നും വേണ്ട. 23-ാം വാക്യം, രാജാവേ, അരുവന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരവനായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് വിലയില്ലാതെ, ഞാനൊരു വില കൊടുക്കാതെ എനിക്കിതൊന്നും വേണ്ട. നീ തരുന്ന കാളകൾ, വിറക്, സ്ഥലത്തിനെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദാവീദ് അരവനായോട് പറഞ്ഞില്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങത്തുള്ളൂ. എനിക്ക് പൈസ കൊടുത്താൽ മാത്രം തന്നാൽ മതി, ഇത് പൈസ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കത്തില്ല. രാജാവിന് വേണേ പറഞ്ഞാൽ പോരെ, കർത്താവ്, ഞാനൊരു മെതിക്കള ഇവിടെ അങ്ങ് ഉണ്ടാക്കി, ഇവിടെ ഒരു ബലിപീഠം കൊട്ടാരത്തിൻ്റെ വടക്ക് വശത്ത്, തെക്ക് വശത്ത് ഞാനങ്ങ്. അല്ല, നീ ഇന്ന സ്ഥലത്ത് പോയി ഇന്നതുപോലെ ഇന്നയാളുടെ അടുത്ത് നിന്ന്, അത് ദൈവ പദ്ധതിയാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, ഇത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതാ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചൊന്ന് പോയാലോ, സാരമില്ല, നമുക്കൊന്ന് 40-ാം വെള്ളിയാഴ്ച പോകാം, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇത് ദൈവ പദ്ധതിയാണ്. നിങ്ങളുടെ മുമ്പിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവ പദ്ധതിയാണ്. ഇത് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ്. ആരെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ? ഇത് വൈകുന്നേരമാണെങ്കിൽ പിന്നെ സമ്മതിക്കുക, ഇത് പകൽ സമയം, ചൂടുണ്ട്, 100 കൂട്ടം തിരക്കുണ്ട്. ഇത് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ്. സമയം ഒന്നുമില്ല. നിങ്ങൾ ഓർത്തേ, നമ്മളൊക്കെ കയ്യിൽ 10,000, 20,000, 30,000, 40,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കുന്നവരാ. മിനിറ്റിന് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ നമ്മൾ. വാട്സപ്പിൽ ആരാ മെസ്സേജ് അയച്ച്, എന്താ പുതിയ വാർത്ത, ആരെയാ വിളിക്കണ്ടേ, പുള്ളി ഒരു അനക്കമില്ലല്ലോ, ഒന്ന് വിളിച്ചേക്കാം. എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണ്. ഇപ്പോൾ ഇതിനകത്തിരിക്കുമ്പോൾ മണിക്കൂറുകൾ ആ ഫോണ് സൈലൻ്റ് ആക്കി നമ്മുടെ കീശയിലോ ബാഗിലോ വെച്ചു. അതുപോലും നമ്മൾ കൊടുക്കുന്ന വിലയാണ്. നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ചിലർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 1000 രൂപ മേടിച്ചിട്ടായിരിക്കും വന്നത്. ചിലർ പറയും, ഇനി നോമ്പൊക്കെ വിടുക, പിള്ളേർക്ക് ഒരു ജോഡി ഡ്രസ്സ് പോലും എടുത്തു കൊടുക്കാൻ കയ്യിൽ കാശില്ല, എന്നാലും സാരമില്ല, ഒന്ന് ആരാധനയ്ക്ക് പോയിട്ട് വരാം, ഒന്ന് വചനം കേട്ടിട്ട് വരാം. അത് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ഈ വില നമ്മുടെ വീട്ടുകാർ കണ്ടില്ലേലും നാട്ടുകാർ കണ്ടില്ലേലും ഇത് സ്വർഗത്തിലെ ദൈവം അത് കണ്ടോണ്ടായിരിക്കുന്നേ. വിലയുള്ളത് ദൈവത്തിന് കൊടുത്താൽ വിലപ്പെട്ടത് പലതും ദൈവം നമ്മുടെ കയ്യിൽ തരും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എനിക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഒത്തിരി വില കൊടുക്കുന്നവരാ കേട്ടോ. ഞാൻ ഈ ദൈവവചനം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ, ഇന്നൊന്നുമല്ല, പഴയ കാലത്ത് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. നീ വെറുമൊരു പൊട്ടനാന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ കഴിവില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇന്ന് സ്റ്റേജിലൊക്കെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്നേക്കാൾ ഉയർന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടായിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, മനുഷ്യൻ നമ്മളെ കളിയാക്കുന്നത് പോലും അത് നമ്മുടെ വളർച്ചയ്ക്കാണ്. മനുഷ്യൻ നമ്മളെ കുറ്റപ്പെടുന്ന നമ്മുടെ അനുഗ്രഹത്തിനത്.
ചിലതൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്കാ. ചില സഹനങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്കാ. ആമേൻ. മറ്റൊരാൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്. പാട്ട് പാടിയപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ സങ്കീർത്തനവേദ എന്തോ ഒരു വചനം പറഞ്ഞല്ലോ, നിന്നെ ഉന്നത ഗിരികളിൽ. അത് ദൈവത്തിൻ്റെ ചില സങ്കടങ്ങളുണ്ടല്ലോ, ദൈവം നമ്മളെ ഉന്നത ഗിരികളിൽ എത്തിക്കും. ഹല്ലേലൂയ. വില കൊടുത്ത് ഞാനും കുറേ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പൈസയല്ല, ഗാന്ധിയുടെ രൂപമുള്ള പൈസയൊന്നുമല്ല. കുറേ അവഗണന, കളിയാക്കൽ, കുറ്റപ്പെടുത്തൽ. നിനക്ക് പെരുമാറാൻ അറിയില്ല, നിനക്ക് പ്രസംഗിക്കാൻ അറിയില്ല, നിൻ്റെ പ്രസംഗം ആരും കേൾക്കത്തില്ല, നിൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ ഗ്രാമർ തെറ്റുണ്ട്, നിനക്ക് എഴുതാൻ അറിയില്ല, എന്തെല്ലാം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കൊന്നും വലിയത് അറിയത്തൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതും രണ്ടും രണ്ടാണ്. എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് നിങ്ങൾ കാണുന്നവരാകാം. അത് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്താൽ മടുത്തു പോവും. ഇത് എവിടെ നിന്ന് കിട്ടും, ഇത് എങ്ങനെ വ്യാഖ്യാനിക്കും? ഇത് ദിവസം കിട്ടണം. അത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇത് ദൈവ പദ്ധതിയുള്ള സ്ഥലമാണ്. ദാവീദ് പറഞ്ഞു, എനിക്ക് ഫ്രീ ആയിട്ട് ചക്കാത്തിലുള്ള ഒന്നും വേണ്ട, എനിക്ക് വില തരും, ഞാൻ വില തരും. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്തു. ഇനി വില കൊടുക്കുവാണ്, പൈസ കൊടുക്കുവാണ് ആ വ്യക്തിക്ക്. ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി. അപ്പൊ ദാവീദ് പറഞ്ഞില്ല, കളം ഫ്രീ ആയിട്ടിരിക്കട്ടെ, ആ കാളയുടെ പൈസ ഞാൻ അങ്ങോട്ട് തരാം, ഒരു 30 വെള്ളി അങ്ങ് തരാം. അല്ല, ആ കളം മേടിക്കാനുള്ള പാട്ടത്തിന്റെ പൈസയും ബലിയർപ്പിക്കാനുള്ള കാളയുടെ പൈസയും ദാവീദ് അവന് കൊടുത്തു. എന്നിട്ടോ അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എവിടെ ദൈവ നിയോഗമുള്ള അവിടെ ചെന്നിട്ട് ഈ പ്രാർത്ഥിച്ചത്. നിങ്ങൾ ദൈവ നിയോഗമുള്ള സ്ഥലത്ത് വന്നിട്ടാ എൻ്റെ നിയോഗം എഴുതിയിടുന്നത്, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അർപ്പിക്കുന്നത്. ഇതും ഒരു ബലിപീഠമാണ്. ഇതൊരു ബലിപീഠമാണ്. ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലം ഒരു ബലിപീഠമാണ്. ഇത് ദാവീദ് ബലി അർപ്പിച്ചതുപോലത്തെ ഒരു ബലിപീഠമാണ്. ആ ബലിപീഠത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിട്ടത്. ഇതിനൊക്കെയും അനുഗ്രഹമുണ്ട്. ദാവീദ് പൈസ കൊടുത്ത് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും മേടിച്ചു, കാളകളും വാങ്ങി. അവിടെ ദൈവനിയോഗമുള്ള സ്ഥലത്ത് ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് സമാധാന ബലികളും ദഹന ബലികളും അർപ്പിച്ചു. അവിടെ പ്രാർത്ഥിച്ചു. എവിടെ പ്രാർത്ഥിച്ചു? കൊട്ടാരത്തിന്റെ ഇപ്പുറത്തെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല, കൊട്ടാരത്തിനകത്തുള്ള ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല, ദൈവനിയോഗമുള്ള സ്ഥലത്ത് ചെന്ന് പോയി വേല കൊടുത്ത് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ഗുണമുണ്ടായോ? അടുത്ത ഭാഗം ഉറക്കെ വായിച്ചേ. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ആ നിയോഗമുള്ള സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇസ്രായേലിൽ നിന്ന് മഹാമാരി അന്നു വരെ ഉണ്ടായിരുന്ന പ്രതിസന്ധി വിട്ടുപോയി. ആ മഹാമാരി അങ്ങ് മാറി മാറിപ്പോയി. എങ്ങനെ എഴുതിയിട്ടുള്ളത്? അന്നു മുതൽ ഇസ്രായേലിൽ നിന്ന് ആ മഹാമാരി വിട്ടുപോയി. ആ തടസ്സം വിട്ടുപോകും, ആ പ്രതിസന്ധി മാറിപ്പോകും, ആ രോഗം വിട്ടുമാറും, ആ തകർച്ച വിട്ടുമാറും. എന്നിട്ട് ആ സ്ഥാനത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കയറി വരും. ഇരുട്ട് മാറി വെളിച്ചം എന്ന പോലെ കയറി വരും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ചില ആളുകൾ ചോദിക്കില്ലേ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നത്? അല്ല, നമ്മുടെ മനസ്സിൽ തോന്നും ഇന്ന് അവിടെ പോകുമ്പോൾ പാസ്പോർട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ കൈവെള്ളയ്ക്കകത്ത് പാസ്പോർട്ട് ഇരിക്കുന്നു, സ്ഥലത്തിൻ്റെ പ്രമാണം ഇരിക്കുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സവും മാറി ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ഇന്നുകൊണ്ട് ഇവിടെ സാക്ഷ്യം പറയാൻ ചിലരിപ്പുണ്ട്. നാളെ അവർക്ക് പോകേണ്ടതാണ് ഈ രാജ്യത്ത്. നാളെ ഈ യുദ്ധമുള്ള സാഹചര്യമാണെങ്കിൽ നാളെ ഇവിടുന്ന് ട്രെയിൻ കയറി ബോംബെ പോയി ഫ്ലൈറ്റിൽ കയറി വേറൊരു രാജ്യത്ത്, നല്ലൊരു രാജ്യത്ത് പോകേണ്ട ആളാണ്. 1 മാസത്തിലധികം അവർ ഈ ആലയത്തിൽ, ആ വ്യക്തി എൻ്റെ കയ്യിൽ ആ ഒരു പാസ്പോർട്ട് തന്നേച്ച് പറയും, ഇതിവിടെ ഇരിക്കട്ടെ, ഇതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഒരു ചെറുപ്പക്കാരനായി ഈ അമ്പലവേലിയിൽ നിന്ന് വന്ന ആളാണ് എൻ്റെ കൈ. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഇത്രയും വലിയ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, ഇതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല, ഇതിവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോയി. ഞാനിത് എവിടെയും നഷ്ടപ്പെടാതിരിക്കാൻ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത്, നഷ്ടപ്പെടാത്തൊരു സ്ഥലത്ത് ഇത് വെച്ചു.
1 മാസമോ 1-ലധികം മാസം അവിടെ ഇരുന്നു. ഞാൻ ഓർക്കുമ്പോൾ ഇവൻ തന്ന ഈ സംഭവം ഇവിടെ ഉണ്ടോ, ഇവിടെ ഇരിപ്പുണ്ടോ, നഷ്ടപ്പെട്ടു പോയോ, എന്തേലും അറിയാതെങ്ങാനും ഇത് കയ്യിൽ നിന്ന് പോയാൽ ഇത് വിലയുള്ള സംഭവമാണ്. ഇന്ന് അവൻ ആ വ്യക്തി അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി, നാളെയാണ് പോകേണ്ടത്, നാളെ ഇവിടുന്ന് പോയി ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റാണ്, വേറെ രാജ്യത്ത് പോവാണ്. ആ കാര്യം ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സവും മാറി ആളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില കാര്യങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ കയറി വരും. ഒരു നിമിഷം ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ മറന്നു പോകാതെ എല്ലാവരും ആ മനസ്സിലേക്കൊന്ന് ഏറ്റെടുത്തേ, മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും, ചിലത് കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും, ചിലത് തലമുറകളിൽ നിന്ന് മാറിപ്പോകും. എന്നിട്ട് ആ സ്ഥാനത്ത് ചില നന്മകൾ കയറി വരണം. ഇരുട്ട് മാറി വെളിച്ചം കയറി വരുന്ന പോലെ ചില നന്മകൾ കയറി വരണം. ഇനി കണ്ണുകളൊക്കെ നടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എന്തിനാ ഇവിടെ വന്നത്, എന്തിനാ പൈസ മുടക്കി ഇവിടെ വന്നത്, എന്തിനാ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്, എന്തിനാ ടാക്സി പിടിച്ച് ഇവിടെ വന്നത്, എന്തിനാ ട്രെയിൻ കയറി ഇവിടെ വന്നത്, എന്തിനാ ഇത്രയും ദൂരെ വന്നത്, ഈ ചുരം കയറി നിങ്ങൾ എന്തിനാ വന്നത്? അത് ദൈവത്തിൻ്റെ നിയോഗമായതുകൊണ്ട്. അല്ലാതെ ഒരു കാഴ്ച, ഇവിടെ ഒരു കാര്യവും ഇവിടെ വലിയ എല്ലാ വരുന്നവർക്കെല്ലാം 10,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് വന്നവരൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. അങ്ങനെ ഒരു വാക്കുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ചില സ്ഥലം ഒരുക്കും, ചില വ്യക്തികളെ ഒരുക്കും. അതാ ദാവീദിനോട് പറഞ്ഞ്, നീ ഇന്ന സ്ഥലത്ത് പോയി ഇന്നയാളുടെ മെതിക്കളത്തിൽ ബലിപീഠം പണിത് ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ നിന്റെ രാജ്യം അനുഗ്രഹമാകും, നിന്റെ വീട് അനുഗ്രഹമാകും. ദാവീദ് പറഞ്ഞോ, വേണേ നാട്ടുകാർ പോയി പ്രാർത്ഥിക്കട്ടെ, എനിക്കെന്നാ ഛേദം, ഞാനിവിടെ കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുവാണ്, വേണേ അമ്മാർ പോയി പ്രാർത്ഥിക്കട്ടെ, പോകേണ്ടവരൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നല്ല പറഞ്ഞത്. ആ രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ മുമ്പിൽ തന്നെ ചെന്ന് ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഗുണം കിട്ടിയത് രാജാവിനും കൊട്ടാരത്തിനും മാത്രമല്ല, ആ രാജ്യം പോലും അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങൾക്ക് മാത്രമല്ല പ്രിയരെ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ തലമുറ, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറയുന്നത് കഥപുസ്തകത്തിലെ ഒരു കഥയാണെന്ന് വിചാരിക്കരുത്. ഇത് വേദപുസ്തകത്തിലെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 കരങ്ങളെയും ഉയർത്തി, ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് നന്നായിട്ടൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. ശബ്ദമുയർത്തി ജീസസ്, ഹല്ലേലൂയ. ശബ്ദത്തെ ഉയർത്തി നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് കേൾക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലായി മാറട്ടെ, ഇത് ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായി മാറട്ടെ. ഇത് ചില അനർത്ഥങ്ങൾ മാറിപ്പോകാനിടവരട്ടെ, തടസ്സങ്ങൾ മാറണം, വഴക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം. പിന്നെയോ നിങ്ങൾ സർവശക്തനായ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കരങ്ങളൊക്കെ നടിച്ച് എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. കരമടിച്ച് വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കയിൽ പിടിച്ചെന്നെ വഴി നടത്തും. പാടാമോ? വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടും. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. എല്ലാവരും ചേർന്ന് പാടാം. വിശ്വാസത്തോടെ ഇത് പറയുമ്പോൾ ഇന്ന് ചില അത്ഭുതങ്ങളുടെ തുടക്കമാകട്ടെ. ഇത് ചില ദൈവ പ്രവൃത്തികൾ അനുഭവിക്കാൻ ഇടയാകട്ടെ. ഇത് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവനാഴി
വാതിലുക സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുക സകലതും അടഞ്ഞിടിലും വല്ലഭൻ കരമുയർത്തി അടിച്ച് എനിക്കായി കരുതും അവൻ നല്ല ഓഹരി, ഓഹരി എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീർ രണ്ട് കരങ്ങളും ഉയർത്തി അധരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് വിളിച്ച് യേശുവേ, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമ്മളൊരു വില കൊടുത്താൽ, അതും ദൈവീക കാര്യത്തിന്, മറ്റെല്ലാ കാര്യത്തിനും വ്യത്യാസമുണ്ട്. ദൈവീക കാര്യത്തിനാണോ ആയുസ്സും ആരോഗ്യവും പണവും സമയമൊക്കെ മാറ്റിവെച്ചേ, അപ്പുറത്ത് അതിന് ഇരട്ടിയായ ഒരു അനുഗ്രഹത്തെ ദൈവം കൊണ്ടുവന്നിരിക്കും. അതൊരു ഇന്നത്തെ ചില സങ്കടങ്ങളായിരിക്കാം, നാളെ അത് സാക്ഷ്യമായിട്ടൊന്ന് മാറണം. ഹല്ലേലൂയ. ഒന്നിരിക്കാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ വചനം കേട്ട് ഈ 40-ാം വെള്ളിയാഴ്ച കേൾക്കുമ്പോഴേ ഇതിനകത്ത് ഇച്ചിരി കാര്യമുണ്ട്. ശരിയല്ല, സീരിയസ് ആയ കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വില കൊടുത്താൽ നമ്മുടെ ജീവനും ജീവിതത്തിനൊക്കെ അപ്പുറത്ത് ദൈവം ഒരു വില തരും. നമ്മൾ ആരോ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ആത്മീയമായിട്ട് മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന്. അല്ല, ഭൗതിക മേഖലയും അനുഗ്രഹിക്കപ്പെടും. സത്യമാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആത്മീയമായി കുറേ അനുഗ്രഹമല്ല, അതുമാത്രമല്ല ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് എന്നും പ്രയോജനമാണ്. ദൈവസന്നിധിയിൽ കൊടുക്കുന്നൊരു വിലയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഒരു രാജാവുണ്ട്, നബുക്കദ്നേസർ രാജാവെന്നാണ്. ഈ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് വായിക്കുകയാണ്. 3-ാമത്തെ വാക്യം. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വിലയ്ക്ക് ഒരു നല്ല അനുഗ്രഹം ഉണ്ടെന്ന് പറയാൻ പോവുക. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഷണ്ഡന്മാരുടെ നായകനായ അഷ്പേനാസീനോട് രാജാവ് കൽപ്പിച്ചു. രാജാവിൻ്റെ ഒരു കൽപ്പനയാണ്. ഇങ്ങനെയാണ് കൽപ്പന: രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരണം. നല്ല ആൾക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എവിടെയെങ്കിലും ജനിച്ച് എങ്ങനെയും ജീവിക്കുന്നവരൊന്നും കൊണ്ടുവരണ്ട. രാജവംശത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച ഇസ്രായേൽക്കാരെ കൊണ്ടുവരാൻ വേണ്ടി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അവരുടെ ക്വാളിറ്റി എന്തൊക്കെ വേണം എന്ന് എഴുതിയിട്ടുണ്ട്. അവർ ഒരു കേസിലും പെട്ടവരായിരിക്കരുത്. അവർ കുറ്റമറ്റവരും സുമുഖരും കാണാൻ കൊള്ളുന്നവരും കഴിവുള്ളവരും വിജ്ഞാനമുള്ളവരും ഗ്രഹണശക്തിയുള്ളവരും കേട്ട് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം. കാണാൻ കൊള്ളുന്നവരായിരിക്കണം, നല്ല സൗന്ദര്യമുള്ളവരായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, നല്ല വീട്ടിൽ ജനിച്ചവരായിരിക്കണം, സുമുഖരായിരിക്കണം, വിജ്ഞാനം, ഇങ്ങനെയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരും ആയ യുവാക്കളായിരിക്കണം. വയസ്സന്മാരായിരിക്കരുത്, നല്ല ചെറുപ്പക്കാരും ആയിരിക്കണമെന്ന് രാജാവിൻ്റെ ഓർഡർ ഇട്ടു. അങ്ങനെ അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് 2 ഭാഷ പഠിപ്പിക്കാൻ പറഞ്ഞു. കൽദായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം, ഭാഷ പഠിപ്പിക്കണം. എന്നിട്ട് അവർക്ക് നല്ല സ്ഥാനങ്ങൾ കൊടുക്കാനാ. എന്നിട്ട് അവിടെ ഇൻ്റർവ്യൂ ഒക്കെ വരും. കുറേ ആൾക്കാരെ കൊണ്ടുവരിക, എന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി ഏറ്റവും സെലക്ട് ആകുന്ന 3-4 പേരെ നല്ല സ്ഥാനത്തെത്തിക്കും. ഇങ്ങനെ ഓർഡർ ഇട്ടു. ആ കൂട്ടത്തിൽ വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിൻ്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിൻ്റെയും ഓഹരി ദിവസേന. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കൊണ്ടുവരുന്നവർക്ക് പഴങ്കഞ്ഞിയും പയറും ഒന്നും കൊടുത്താൽ പോരാ, നല്ല രാജാക്കന്മാർ കഴിക്കുന്ന നല്ല ഫുഡ്, കഞ്ഞിയും മൺപയറും ഒന്നും അല്ല കേട്ടോ, നല്ല ഫുഡ് കൊടുത്തേക്കണമെന്ന് ഓർഡർ ഇട്ടു.
അങ്ങനെ ഇതെല്ലാവർക്കും വരാൻ ഭയങ്കര താല്പര്യമായി. ഇങ്ങനെ പോയവന്മാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, ഈ പോയവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനനിയ, മിശായേൽ, അസറിയ, ഈ 4 പേരുണ്ട് ഈ പോയവരുടെ കൂട്ടത്തിൽ. ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പാന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് നോമ്പെടുത്തിരിക്കുകയെന്ന്. അപ്പോൾ എല്ലാവരും കളിയാക്കി, നോമ്പോ, കൊട്ടാരത്തിൽ വന്നേച്ച് നോമ്പോ, എടാ നല്ല ശാപ്പാട് കിട്ടുമ്പോൾ നോമ്പെടുത്തോണ്ടിരിക്കരുത് എന്ന് ഇവർ പറഞ്ഞു. ഇവർ ദാനിയേൽ പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പാന്ന് പറഞ്ഞു. ഞങ്ങൾ പച്ചക്കറി മാത്രം, ഇലക്കറികളെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കളിയാക്കി. മണ്ടന്മാർ, കുറേ പൊട്ടന്മാർ വന്നിട്ടുണ്ട് കൊട്ടാരത്തിലേക്ക്, അവർക്ക് നോമ്പാണ് പോലും. രാജാവ് പറഞ്ഞു ഞാൻ കഴിക്കുന്ന എൻ്റെ മേശ വിളമ്പുന്ന അതേ ഫുഡ് കഴിച്ചോ, എല്ലാവർക്കും കൊടുത്തേക്കാൻ പറഞ്ഞു. നല്ല ഭക്ഷണവും വീഞ്ഞും സന്തോഷം. ഇനി സെലക്ട് ആയാലും വേണ്ട, ചാപ്പാടായാലും കഴിച്ചുകൂടെ? നല്ല ഫുഡ് കഴിച്ചു. ഇപ്പം 4 പേര് പറഞ്ഞു ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി എന്ന് പറഞ്ഞു. അതാണ് താഴെ എഴുതിയിട്ടുണ്ട്. കൊട്ടാരത്തിലെ ഷണ്ഡന്മാരുടെ നായകൻ അവർക്ക് പേര് നൽകി. ശദ്രാക്, മേശക്, അബദ്നെഗോ എന്ന പേര് നൽകി. ഇനി 8-ാമത്തെ വാക്യം, എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ദാനിയേൽ പറഞ്ഞു എനിക്ക് ശാപ്പാട് വേണ്ട, ഞാൻ വീഞ്ഞും കുടിക്കൂല, ഞാൻ നിങ്ങളുടെ ആ വലിയ ഫുഡും എനിക്ക് വേണ്ട, എനിക്കെന്ത് മതി. പുള്ളി ആ നായകനോട്, നേതാവിനോട് പറഞ്ഞു അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ഇനി 9-ാമത്തെ വാക്യം വായിക്കുവാണ്. 9-ാമത്തെ വാക്യം പറയുക, ദൈവസന്നിധിയിൽ വില കൊടുത്തപ്പം ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവമിടയാക്കി. അവസാനത്തെ വാക്ക് വായിച്ചേ, ദൈവം ഇടയാക്കി അവനൊരു അനുഗ്രഹം ഉണ്ടാകാൻ. ഹല്ലേലൂയ. നിങ്ങളും ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഇടവരുത്തും. നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹമാക്കാൻ ദൈവം ഇടവരുത്തും. ദൈവം ചില വഴികളെ ഒരുക്കും. അതാ ഇപ്പൊ പാടിയത്, വഴി ഒരുക്കും അവൻ ആഴികളിൽ, വഴി ഇടവരുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞിട്ടില്ല, വായിക്കുകയാണ്. അപ്പോ ഈ നോമ്പെടുത്ത ദാനിയേലോട് പറഞ്ഞുടാ, ക്ഷീണിച്ചു പോയി, നിന്റെ ശരീരവും മുഖമൊക്കെ അങ്ങ് മെലിഞ്ഞു പോവും, നാണക്കേടാണ്, വേണമെങ്കിൽ ഞങ്ങളോട് ശാപ്പാട് കഴിച്ചോളാൻ പറഞ്ഞു. അവ കൂടെയുള്ളവർ പറഞ്ഞു, അവൻ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി, നീ നിന്റെ ശരീരമൊക്കെ ഈ പച്ചക്കറി എല്ലാം തിന്നേച്ച്, ഈ ചീരയും പയറും എല്ലാം തിന്നേച്ച് ക്ഷീണമായി പോകും, നീ വേണമെങ്കിൽ എല്ലാവരെയും നല്ലതുപോലെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും ദാനിയേൽ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. 12-ാമത്തെ വാക്യം, നിന്റെ ഈ ദാസന്മാരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ, ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ഞങ്ങൾക്ക് പച്ചക്കറി മാത്രം മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വിളമ്പണ്ട, ഞങ്ങൾ ത്യാഗമെടുത്തിരിക്കുക. ആരാ തീരുമാനിച്ചത്? ദാനിയേൽ. നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കുന്നത് ഒരു എടുക്കേണ്ട പോലെ എടുത്താൽ അതൊരു അനുഗ്രഹമാകട്ടോ, ചുമ്മാ എടുത്തല്ല, അതൊരു വിലയായി കൊടുത്തെടുത്താൽ അതൊരു അനുഗ്രഹമാണ്. ഇനി നോമ്പെടുത്തില്ലേ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ചില മനസ്സിൽ തോന്നിക്കുന്നെങ്കിൽ എടുത്തോ, നിർബന്ധമായിട്ടൊന്നുമല്ല. ദാനിയേൽ പറഞ്ഞു, സസ്യഭക്ഷണം മാത്രം മതി എനിക്ക്. അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക. എന്നിട്ട് നോക്കൂ, നിങ്ങൾ എനിക്ക് പച്ചക്കറി മാത്രം തരിക, ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് രാജാവിൻ്റെ അതേ ഫുഡ് കൊടുത്തോ, പരീക്ഷിക്കാൻ പറഞ്ഞു. ഇനി 14-ാമത്തെ വാക്യം, അവരുടെ വാക്ക് കേട്ട് അവരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു. 10 ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും മിടുക്കന്മാരുമായി കാണപ്പെട്ടു. കണ്ടോ, ദൈവം അങ്ങനെ ഒരു വില കൊടുത്തവരെ അപ്പുറത്ത് മാനിച്ചു. കഴിഞ്ഞിട്ടില്ല. ഇനി 19-ാമത്തെ വാക്യം, രാജാവ് അവരോട് സംസാരിച്ചു, എന്നാൽ ദാനിയേൽ, ഹനനിയ, മിശായേൽ, അസറിയ എന്നിവർക്ക് തുല്യരായി ആരുമുണ്ടായില്ല. അതിനാൽ അവർ രാജസേവകരായി തീർന്നു. അവരെ മാത്രം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തസ്തികകളിലെത്തി. ആരാണ്?
എല്ലാവരോടൊപ്പം ഫുഡ് കഴിച്ചവരല്ല, ചില ത്യാഗമെടുത്ത് വില കൊടുത്തവരെ ദൈവം വിലയുള്ളവരായി മാറ്റി. വില കൊടുത്തവരെ ദൈവം വില കൊടുത്ത് അനുഗ്രഹിക്കും. അവർക്ക് മനുഷ്യരുടെ മുമ്പിലും നാട്ടിലും ദേശത്തും കുടുംബക്കാരുടെ ഇടയിലും അവർ വിലയുള്ളവരായി മാറും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലൊക്കെ വിലയുള്ളവരായി മാറ്റും. ഇനി ഇവർക്ക് എന്തേലും കിട്ടിയോ? 28-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 48-ാമത്തെ വാക്യം വായിക്കുവാണ്. എല്ലാവരും ഈ വാക്യം പറഞ്ഞ് നിർത്തുവാണ്. ശ്രദ്ധിച്ചോ, ദൈവസന്നദ്ധിയിൽ വില കൊടുത്തവർ എവിടെ എത്തി? 48-ാമത്തെ വാക്യം. രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും ദാനിയേലിന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ദാനിയേലിന്. അല്ല, വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ പേര് കളിയാക്കന്മാരുണ്ടായിരുന്നു, കളിയാക്കാൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ കുറെ മണ്ടന്മാര്. ഞങ്ങൾ കൊട്ടാരത്തിൽ വന്ന് നല്ല ഫുഡ് കിട്ടിയപ്പോൾ അത് വേണ്ട, പച്ചക്കറി മതി എന്ന് പറഞ്ഞ മണ്ടന്മാരെന്ന് അന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് അതിശയത്തെ. ഇപ്പം ആരുടെ കയ്യിലാണ് സമ്മാനങ്ങളും വിലപ്പെട്ടതൊക്കെ വന്നത്? രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും ദാനിയേലിന് കൊടുത്തു. ഇനി അടുത്തതോ, ഒരു കലക്ടറുടെ പദവിയിലേക്ക് പുള്ളി മാറി. അവനെ ബാബിലോൺ പ്രവിശ്യയുടെ ഒരു കലക്ടർ, ഒരു ജില്ലയുടെ കലക്ടറുടെ പേരൊക്കെ പറഞ്ഞ അതാണ് ഒരു പ്രവിശ്യയുടെ ഭരണകർത്താവ്, ഒരു ജില്ലയുടെ മെയിൻ ആളെന്ന് പറഞ്ഞ പോലെ. ഈ ഉപവാസം എടുത്തവനെ ആത്മീയമായി മാത്രമല്ല ദൈവം അനുഗ്രഹിച്ച് ഭൗതികമായി ഒരു ജില്ലയുടെ കലക്ടറാകുന്ന പോലെ എഴുതിയിരിക്കുവാണ്. ഉപവാസം എടുത്ത ദാനിയേലിനെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവും ബാബിലോണിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി അപ്പോയിന്റ് ചെയ്തു. ഇപ്പോ താഴെ ആൾക്കാർ ഒത്തിരി പേര് കാവലിനും വലിയ ഒരു നേതാവായി, ഒരു ഭരണകർത്താവായി മാറി. ദൈവസന്നദ്ധിയിൽ വില കൊടുത്താൽ ആത്മീയമായിട്ട് മാത്രമല്ല കുഞ്ഞെ, ഭൗതികമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. നല്ല വീട് തന്ന്, നല്ല ആരോഗ്യം തന്ന്, നല്ല ചുറ്റുപാട് തന്ന്, സഞ്ചരിക്കാൻ നല്ല വണ്ടി തന്ന്, നല്ല ജോലി തന്ന്. ഈ പറയുന്നതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അപ്പൊ ചിലർ പറയും ഇതെന്നെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രസംഗിക്കുന്നത്. പിന്നെ എന്തുവാ പ്രസംഗിക്കേണ്ടത്? ഈ വചനം കേൾക്കുന്നവർ നശിച്ചു പോകുമെന്നാണോ പ്രസംഗിക്കേണ്ടത്? ഈ വചനം കേൾക്കുന്നവർ തകർന്നു പോകും, അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ പോകുമെന്നാണോ ഞാൻ പ്രസംഗിക്കേണ്ടത്? ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും എന്നോടും, ഇത് എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തിനും ദൈവിക കാര്യത്തിനും വില കൊടുത്താൽ ആത്മീയമായിട്ട് മാത്രമല്ല 10 പേര് ബഹുമാനിക്കത്തക്ക വിധം മാന്യത നൽകി, ബഹുമാനം നൽകി. ഇപ്പൊ രാജാവ് പോലും ബഹുമാനിച്ചു ഈ മനുഷ്യനെ. രാജ്യത്തിന്റെ ഭരണകർത്താവ് സമ്മാനം കൊടുത്തു ദാനിയേലിനെ. ആദ്യം എന്നാ പറഞ്ഞ്? നീ പച്ചക്കറി തിന്നുകൊണ്ടിരുന്നാൽ മെലിഞ്ഞു പോകുന്നാ പറഞ്ഞു. നീ ക്ഷീണിച്ചു പോകും, നിന്നെ ഒന്നിനും കൊള്ളാതായി പോകും. ഇല്ല കുഞ്ഞെ, ദൈവസന്നിധിയിൽ വില കൊടുത്താൽ നിന്നെ ഒന്നിനും കൊള്ളാതായി പോകത്തില്ല. നിന്നെ എല്ലാവർക്കും കൊള്ളുന്നവനായി മാറ്റും. ഇത് മനുഷ്യരുടെ ഒരു കണ്ടുപിടുത്തവാ. നീ മണ്ടനായി പോവുള്ളൂ, നീ ഒന്നിനും കൊള്ളാത്തവനായി പോവുള്ളൂ. ഇല്ല, ദൈവസന്നിധിയിൽ വില കൊടുത്താൽ സമൂഹത്തിലും സമുദായത്തിലും എവിടെയും നിനക്കൊരു വില ഉണ്ടാവും. ആ വില ദൈവം തരുന്നതാണ്, തീർന്നിട്ടില്ല. ഇനി കൂടെ കുറച്ചു പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ പുള്ളി, ഇവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ശദ്രാക്, മെഷാക്, അബദ്നെഗോ എന്നിവരെ ദാനിയേലിന്റെ അപേക്ഷയനുസരിച്ച് ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു. അപ്പൊ കൂടെ ഉള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു. ദാനിയേലിന്റെ കൂടെ നിന്നോര് പൊട്ടിപ്പോയെന്നല്ല, കൂടെ നിന്നോനും രാജ്യത്തിന്റെ, അതായത് ദാനിയേലിന്റെ കൂടെ നിന്ന മറ്റേ നേരത്തെ എഴുതിയ പേരാണ് ശദ്രക്, മെഷക്, അബദ്നെഗോ എന്നിവരെ ദാനിയേലിന്റെ അപേക്ഷ അനുസരിച്ച് ബാബിലോണിന്റെ സ്ഥാനമാനങ്ങൾ പ്രവിശ്യയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കൂടെ നിന്നോരും അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട്? അവരും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മാത്രമല്ല, ഇത് ആമ്മയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പിശുക്കും നാണവും വിചാരിക്കേണ്ട. പ്രാർത്ഥിക്കാനും ദൈവവചനം കൊണ്ടു നടക്കാനും നാണോ, അയ്യോ ഞങ്ങളങ്ങ് വലിയ പുള്ളികളാണെന്നും പറഞ്ഞിരിക്കേണ്ട. വലിയ പുള്ളികളൊക്കെ താഴെ വീണു പോയി. ഇപ്പം പണ്ട് വലിയ പുള്ളികളാണെന്ന് പറഞ്ഞവരൊക്കെ നടുവൊടിഞ്ഞ് താഴെ വീണു. ഒന്നുമില്ലാത്തവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കൊടുക്കുന്ന വില നമ്മളോട് പലരും പറയും. ആരുടെയും വാക്ക് കേട്ട് നമ്മൾ ഇതൊന്നും പുച്ഛിച്ച് തള്ളരുത് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഈ വിലയ്ക്ക് മനുഷ്യൻ ഒരു പ്രതിഫലവും തരൂല. മനുഷ്യൻ പറയും അവന് വട്ടാന്ന് പറയും, അവന് ഭ്രാന്താന്ന് പറയും, അവന് ഭക്തി കൂടിയിട്ട് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയും.
അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവനിപ്പോൾ ഭക്തി കൂടി ഭക്തിമാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് ചുമ്മാ ഉള്ള ഭക്തിയല്ല, അവന് കൊട്ടും പാട്ടുമായിട്ട് നടക്കുവാന്നൊക്കെ പറയും. കൊട്ടും പാട്ടുമായിട്ട് റോട്ടിൽ കൂടെ നടന്നാൽ ആ ഭ്രാന്താകുന്നത്. ഇതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഭ്രാന്തല്ല, അത് ദൈവത്തോടുള്ള ബന്ധമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ കൈയും പൊക്കി കൈയും അടിച്ച് റോട്ടിൽ കൂടെ വടുംചാലിൽ കൂടെ പോവാണെങ്കിൽ ആൾക്കാർ പറയും എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്ക്. ഇതെന്തോ പ്രശ്നമുള്ളത് കൊണ്ടല്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യമൊക്കെ വേണം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഇങ്ങനെ ഇരിക്കാനും ഒരു വില കൊടുക്കാൻ ഒരു നല്ല മനസ്സ് വേണം, ഇതിനും വേണം ഒരു ധൈര്യം. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ഇത് ധൈര്യമുള്ളവർക്കേ പറ്റുള്ളൂ. ഇതിങ്ങനെ പ്രാർത്ഥിക്കാനും ഇങ്ങനെ ഇരിക്കാനും ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ധൈര്യം, ഒരു സമർപ്പണമൊക്കെ നമുക്ക് വേണം. വില കൊടുത്തവനെ ആത്മീയമായിട്ട് മാത്രമല്ല ദൈവം അനുഗ്രഹിച്ച് ജില്ലയുടെ കലക്ടറാക്കി മാറ്റിയെന്ന് ദാനിയേൽ എഴുതിയിരിക്കുന്നത്. ഒരു പ്രവിശ്യയുടെ ഭരണകർത്താക്കി മാറ്റിയെന്ന്. ഭൗതികമായ രാജാവ് പോലും വന്ന് ബഹുമാനിക്കത്തക്ക വിധം അനുഗ്രഹിച്ചു. അല്ല, ആദ്യം എന്നാ പറഞ്ഞ് ദാനിയേലിനോടും ഈ ചെറുപ്പക്കാരോടും, നീ മെലിഞ്ഞു പോകും, എടാ ഇവിടുത്തെ നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്ക്, ഒരു മണ്ടന്മാരാകല്ല്. പറഞ്ഞവരെ പോലും അതിശയിപ്പിക്കത്ത വിധത്തിൽ ഇന്ന് സ്ഥാനമാനങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്ന് ഈ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു. ഈ വേദപുസ്തകം ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയുമോ? ഈ 40-ാം വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഇത് അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. ഇത് നമ്മളോട് സംസാരിക്കുന്ന പുസ്തകമാണ്. ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ജീവനുണ്ട്. ഇത് നമ്മളോട് സംസാരിക്കും, ഇത് നമ്മളോട് സംസാരിച്ചു. ഇത് സംസാരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ, സംസാരിക്കുന്ന പുസ്തകമാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ. ഈ വചനം നമ്മൾ ഇന്ന് വചനം കേട്ടു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ഓ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ആര് പറഞ്ഞു? മനുഷ്യൻ പറഞ്ഞു ഗുണമില്ലെന്ന്, മനുഷ്യൻ പറഞ്ഞു കഥയില്ലെന്ന്. വേദപുസ്തകം പറയുന്നു, ദാവീദ് വില കൊടുത്ത് മെതിക്കളത്തിൽ ആരാധിച്ചപ്പോൾ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ മേലുണ്ടായിരുന്ന തകർച്ചയാ, ആ ഒരു പ്രതിസന്ധിയാ വിട്ടുമാറിപ്പോയത്. ഇന്നലെ വന്ന പത്രത്തിലെ പത്രവാർത്തയല്ല പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവവചനത്തിന്റെ വാക്കുകളാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോണ്ടല്ലോ, നിങ്ങളുടെ ഭവനത്തിലുള്ള അസ്വസ്ഥതകൾ, പിണക്കങ്ങൾ, അകലച്ചകൾ, തകർച്ചകൾ, ദാരിദ്ര്യമൊക്കെ മാറിപ്പോകും. അതുപോലെ തന്നെ ദാനിയേൽ ദൈവത്തിന് വില കൊടുത്ത് ആരാധിച്ചപ്പോൾ, വില കൊടുത്ത് അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ, വില കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, എടാ ശരീരം ഉണങ്ങിപ്പോകും, നീ അങ്ങ് മെലിഞ്ഞു പോകും, ചുമ്മാ പൊട്ടത്തരം ചെയ്തോണ്ട് ഉപവാസവും നോമ്പുമായിട്ടിരിക്കല്ലേ, ഞങ്ങളുടെ കൂടെ ചേർന്ന് ചാപ്പാടൊക്കെ കഴിക്കും, നന്നായിട്ട് ആ വീഞ്ഞൊക്കെ എടുത്തങ്ങ് കുടിച്ചേ, ഇതെപ്പോഴും കിട്ടിയല്ല കേട്ടോ, ഈ ചാൻസ് ഒന്നും വേണേ മണ്ടന്മാരാകാതെ കുടിച്ചോളാൻ പറ. അവർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അവരെടുത്ത തീരുമാനമുണ്ടല്ലോ, അവരെ ബാബിലോൺ പ്രവിശ്യയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പലരും അത്ഭുതപ്പെട്ടു പോയി, ഇവരെങ്ങനെ ഇങ്ങനെ എത്തി? നിങ്ങൾ ഓർത്തെ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് മറ്റു പലരും അതിശയിക്കത്തക്ക വിധം നിങ്ങളെ ദൈവം മുമ്പിൽ നിർത്തുക തന്നെ ചെയ്യും. ഇന്ന് പലരുടെയും പിറകിലാണെങ്കിൽ എഴുതി വെച്ചോ, ഡയറിയിലോ പുസ്തകത്തിലോ മനസ്സിലോ എഴുതി വെച്ചോ, ആർക്കും വേണ്ടാത്ത കല്ലിനെ സ്വർഗത്തിലെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും, അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. രണ്ട് കരങ്ങളുമായി ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചൊന്ന് പാടുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ സംഭവിക്കണം, ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണം, ദൈവത്തിന്റെ സ്നേഹം ഇവിടെ സംഭവിക്കണം, ദൈവത്തിന്റെ കൃപകൾ ഇവിടെ ഒഴുകണം, ദൈവത്തിന്റെ കണ്ണും കാതും കടാക്ഷവും ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമാകട്ടെ, ഇതൊരു നന്മയാകട്ടെ, ഇതൊരു വിടുതലാകട്ടെ, ഇതൊരു സൗഖ്യമാകട്ടെ. ഇന്നുവരെ കിട്ടാത്ത ദൈവിക സമാധാനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ജീസസ്. കരമടിച്ചൊന്ന് പാടിയേ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. ആമേൻ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. ആമേൻ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. എനിക്കായി കരുതും അവൻ നല്ലയോ ഹരി. ആമേൻ. എനിക്കായി കരുതും പറഞ്ഞു അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു,
കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. വില കൊടുത്തവരെ ദൈവം വിലയുള്ളവരാക്കി മാറ്റും. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പള്ളിക്കാരുടെ, കുടുംബക്കാരുടെയിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ, പള്ളിയിൽ ഒക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകണം. അതാ ദാനിയേൽ വില കൊടുത്തപ്പോൾ ആളുടെ ജീവിതത്തിന് ഒരു വിലയുണ്ടായി. ഹല്ലേലൂയ.